കരുതൽ എന്ന സിനിമ ഇങ്ങനെ റിലീസ് ഒക്കെ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. കരുതലിന്റെ ഏതാണ്ട് ഷൂട്ട് കഴിഞ്ഞു, ഡബ് കഴിഞ്ഞു, ഇനിയിപ്പോ കളറിങ്ങും അങ്ങനെയുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സിനിമയിലുള്ള ക്യാരക്ടറിനെ പറ്റി ഒന്ന് പറയാമോ? ഞാൻ ഇതിൻ്റെ അകത്ത് ഫാദർ ശലമോൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ നായകന്റെ അമ്മാവനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള തന്നെ ഒരു വേഷമാണ്. വളരെ നിർണായകമായ സിറ്റുവേഷനുകളിലെല്ലാം ആ കുടുംബത്തോടൊപ്പം ഉള്ള ഒരാളാണ്. പിന്നെ ഈ സിനിമ പൊതുവെ ഒരു കരുതൽ ആ വാക്കിലുള്ള തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. എല്ലാവരുടെയും ഒരു കെയറിങ് ആണ് ഇതിനകത്ത് ഉള്ളത്. അപ്പൊ അതിൻ്റെ അകത്ത് അമ്മാവനും ഈ പറയുന്നത് പോലെ കെയറിങ്ങിൽ വലിയ ഒരു സ്ഥാനമുണ്ട്. അല്ലെങ്കിൽ ആ ഒരു കുടുംബങ്ങളുമായി കുടുംബ ബന്ധങ്ങളിൽ സഹോദരിയായിട്ടുള്ള ബോണ്ടിങ് ഉണ്ട്, മരുമോനുമായിട്ടുള്ള ബോണ്ടിങ്, അങ്ങനെ എല്ലാം നമ്മുടെ ആ ഒരു അമ്മാവൻ എന്നുള്ള സ്ഥാനത്ത് നിന്നുകൊണ്ട് അവരുമായി നല്ല രീതിയിലുള്ള ഒരു. അപ്പൊ ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഇപ്പോ പള്ളിയിലച്ഛനാണല്ലോ, അപ്പൊ ഇച്ചിരി കൂടെ ഒരു ഡിവൈൻ ക്യാരക്ടർ ആണല്ലോ. അപ്പൊ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയായിരുന്നോ? ഇത് ഇപ്പൊ കാണുന്ന ലുക്കിലല്ലായിരുന്നു ആ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. താടിയും അതുപോലെ തന്നെ മുടിയും ഒക്കെ നീട്ടിയ ഒരു അവസ്ഥയിലുള്ള ഒരു, അതുപോലെ നമ്മുടെ കാപ്പിപ്പൊടി അച്ഛന്റെ ആ ഒരു വേഷവിധാനത്തിലാണ് ആ സിനിമയിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില ഡിവൈനിറ്റി ആ ക്യാരക്ടറിനുണ്ട്. പിന്നെ കുറച്ച് സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു പ്രീസ്റ്റ് ആയിട്ടാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ ഇപ്പത്തെ നമ്മുടെ ട്രെൻഡാണല്ലോ സോഷ്യൽ മീഡിയ, അതുകൊണ്ടാണ് ആ ഒരു ട്രെൻഡും കൂടെ കൊണ്ടുവന്നത്. ഈ പറയുന്ന കാപ്പിപ്പൊടി അച്ഛൻ തന്നെ നമുക്കൊരു ട്രെൻഡിങ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ വൈറൽ പ്രസംഗങ്ങളൊക്കെ ഇന്നിപ്പോ ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു ബേസില് ഇപ്പൊ വൈദികരും ഇന്ന് വൈറലാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ്.